നോക്കാം. നല്ല ചോക്ലേറ്റിൻ്റെ മണമാണ്. ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെൽത്ത് ടിപ്സുമായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ പറയും, ഇതൊക്കെ പറയാൻ നീ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ ഒരുത്തൻ. ഓക്കെ അപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പലരും തിരിച്ചു വന്ന് വരുത്തി തീർക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിനടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയാണ്. അതൊരിക്കലും ചെയ്യരുത്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് കുറയുമ്പോഴേക്കും നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്കൊരു 11-12 മണി സമയമാകുമ്പോഴേക്കും നമുക്ക് വിശപ്പ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓടിപ്പോയി അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായയും 5-6 പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും. അത് നിങ്ങളെ തെറ്റല്ല, കാരണം നിങ്ങൾ വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വിശപ്പ് തോന്നും. ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസി മേക്കിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ കൊളാബോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി ഞാൻ പറയുന്നു. ഓക്കെ, കറക്റ്റ് പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളെ എനർജി കൂടും, നമ്മുടെ ഫോക്കസ് കൂടും, നമ്മുടെ ക്രേവിങ്സ് കുറയും, വിശപ്പ് കുറയുമ്പോഴേക്കും നമ്മൾ സമയാസമയം ഫുഡ് എടുക്കുകയുള്ളൂ. നമുക്ക് ഫാറ്റ് ലോസും പെട്ടെന്ന് തന്നെ നടക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മേക്ക് ചെയ്യുന്ന കാര്യം പറയാം. പോലെ ഇപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിന് മുടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ EMI അടയ്ക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കാണുന്നത്. അത് അങ്ങനെയല്ല. കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഫിനാൻഷ്യലി സ്റ്റേബിലിറ്റി ഒന്നും ഇളക്കി മറിക്കാത്ത തരത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വിഷയം, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇതുപോലുള്ള ആരോഗ്യകരമായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ മുടക്കുന്നതിൻ്റെ അത്രയും ചിലവ് ഇതിനില്ല. ഓക്കെ, രണ്ടാമത്തെ വിഷയം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരും അത് അനുഭവിക്കേണ്ടി വരും. ഇതാണ് പിൻറ്റൂള ഹൈ പ്രോട്ടീൻ ഓട്സ്. ഇത് 100 ഗ്രാമിൽ 25 ഗ്രാം പ്രോട്ടീനുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിൽക്ക് ചേർത്ത് യൂസ് ചെയ്യാം. ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും അവരുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതൊരു 570 രൂപ റേഞ്ചിനകത്ത് വരുന്നുണ്ട് 1 kg. ഓക്കെ, ഞാനിത് ചെറിയൊരു പ്രിപ്പറേഷൻ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ കൊളാബായിട്ടോ നിങ്ങൾ ഒരിക്കലും കാണരുത്. ഇത് ഞാൻ എൻ്റെ ക്യാഷ് കൊടുത്ത് ഞാൻ മേടിച്ച് നിങ്ങൾക്ക് റിവ്യൂ പറയുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ മീലുണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, ചൂടാക്കുക, അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഓട്സിൻ്റെ പാക്കറ്റ് പൊടിക്കാം. 100 ഗ്രാം ഓട്സ് എടുക്കാം. ഓട്സ് ഇതിലേക്ക് ഇടുക. അതിനുശേഷം റോബസ്റ്റ പഴം, 1/2 ആപ്പിൾ. ഓക്കെ, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജിമ്മിൽ പോകുന്നവർ, വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നവർ വേ പ്രോട്ടീൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ആവും. അപ്പോൾ ഈ ഒരു ക്രീമി ലെവലിലോട്ട് കിട്ടും. ഓക്കെ, ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ മിക്സ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് പുറത്തൂടെ വേണമെങ്കിൽ ഇടാം. എനിക്കിങ്ങനെ ക്രീമി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഓട്സ് തയ്യാറായിട്ടുണ്ട്. കഴിച്ചു നോക്കാം. നല്ല ചോക്ലേറ്റിൻ്റെ മണമാണ്. അന്യ ടേസ്റ്റാണ്, മടുക്കത്തില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ മസ്റ്റായിട്ടും വാങ്ങി കഴിക്കുക. അപ്പോൾ ഈസി ആയിട്ട് മേക്ക് ചെയ്യാനും പറ്റും, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റ് വീഡിയോസിന് നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ